ഒരു KSRTC യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും മിസ് ചെയ്യാത്തൊരു യാത്രയായിരിക്കണം നമ്മുടെ കുമളിയിൽ നിന്ന് ദേവി പത്തനംതിട്ട പോകുന്നൊരു യാത്ര. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊന്ന് നമ്മുടെ കേരളത്തിൽ ആകെ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണിത്, കുമളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ട്. കാര്യം സെയിം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് കുമളിക്കുമുണ്ട്. പക്ഷെ ഈ കുമളിയിൽ നിന്ന് കയറുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ കാട്ടിൽ കയറും. അതായത് രാവിലെ എടുക്കുന്ന ബസ്, അത് ഏകദേശം 5 മണിക്ക് എടുക്കുന്ന ബസ് ഏറ്റവും ആദ്യം തന്നെ കാട്ടിൽ കയറുന്ന കാരണം വേറെ വണ്ടികളൊന്നും ആ സമയത്ത് എൻ്റർ ആവുന്നില്ല. അപ്പോൾ ഒരുപാട് ആനിമലെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കൂടെ തന്നെ നമ്മൾ കുമളിയിൽ നിന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ കണ്ടക്ടർ നമ്മളോട് ചോദിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണോ. കാര്യം ഇത് ഈ ഗവിയുടെ ഉള്ളിലുള്ളൊരു KSCBയുടെ ക്യാൻറ്റീനിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞാലാണ് അവരതനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കൊണ്ട് കരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ടക്ടർ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഏകദേശം ഒരു കുമളിയിൽ നിന്ന് പുറപ്പെട്ട ഏകദേശം ഒരു 8 മണിയോടുകൂടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം അവിടെ എത്തുന്നതാണ്. പിന്നീട് അവിടെ നിന്നുള്ള യാത്ര ഏകദേശം ഒരു 4 മണിക്കൂർ എടുക്കും നമുക്ക് പത്തനംതിട്ട വരെ എത്താനായിട്ട്. ഒരു 3-4 ഡാമുകൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. പിന്നെ പോകുന്ന വഴിക്കെല്ലാം ആനിമൽ നമുക്ക് സൈറ്റ് സീയിങ്ങിന് ഒരുപാട് ആനിമൽ കിട്ടുന്നതാണ്. ആന തുടങ്ങി കുറേ അധികം ആനിമൽസിന് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ റോഡ് പണി നടക്കുന്ന കാരണം കുറച്ച് സുലഭമായിട്ടായിരിക്കും നമുക്ക് ഇതിൽക്കൂടെല്ലാം പോകാൻ പറ്റുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു KSRTC ഒരു ആനവണ്ടി വാനാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു റൂട്ടിലൂടെ ഒന്ന് ട്രാവൽ ചെയ്യാൻ നോക്കുക. 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കുമളിയിൽ നിന്ന് നമുക്ക് പത്തനംതിട്ട വരെ. ഏകദേശം ഒരു 3-4 മണിക്കൂർ നമുക്ക് കാടിനുള്ളിലൂടെ മാത്രം സഞ്ചരിക്കാം. ഇത് നേരെ കാട് കഴിഞ്ഞ് ആങ്ങാമൊഴി ചിറ്റാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലാഗാണ് വണ്ടി പത്തനംതിട്ട വരെ എത്താൻ. ഒന്നുകിൽ അവിടെ വരെ എത്തിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഫാസ്റ്റ് ബസ് എടുത്ത് പത്തനംതിട്ടയ്ക്ക് പോവുക, അല്ലെങ്കിൽ പകുതി വരെ പോയിട്ട് തിരിച്ച് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന കുമളി ബസ്സിൽ കയറി തിരിച്ചും റിട്ടേൺ കുമളിക്ക് തന്നെ വരാനുള്ളൊരു ഓപ്ഷനും കൂടി ഇതിനകത്ത് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അവരുടെ സൗകര്യം നോക്കിയിട്ട് ഏതാണ് വേണ്ടതെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് എന്തായാലും ഒന്ന് യാത്ര ചെയ്യാൻ നോക്കുക.